ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ബ്യൂട്ടിഫുൾ ടോപ്പിൻ്റെ ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഏത് കളറിലാണോ ചെയ്യുന്നത് ആ കളർ ത്രെഡ് എനിക്ക് ഏകദേശം ഒരു 400 ഗ്രാംസ് വേണ്ടി വന്നു. ഹുക്ക് എടുക്കുമ്പോൾ നമ്മുടെ ത്രെഡിൽ ഏതാണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ 1 mm അല്ലെങ്കിൽ ഒരു 0.5 mm കൂടുതലുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ 4.5 കൊടുത്തതിൽ ഞാൻ 5 mm ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫൈനൽ റിസൾട്ട് കാണുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ 3 ചെയിൻ ചെയ്യണം. മൂന്ന് ചെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ ചെയിനിൻ്റെ അകത്തൂടെ എടുത്തിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഇയാണ് ഹുക്കിൽ ഒന്ന് ചുറ്റിയിട്ട് ആദ്യത്തെ ചെയിനിൻ്റെ അകത്തൂടെ എടുത്ത് പിന്നെ രണ്ടെണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക, ഒന്നുകൂടെ ചുറ്റി ബാക്കി രണ്ടെണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. ഇനി നമ്മൾ ഈ ചെയ്തത് തിരിച്ച് പിടിക്കുക. ഇനി വീണ്ടും 3 ചെയിൻ ചെയ്യുക. മൂന്ന് ചെയിൻ ചെയ്തതിന് ശേഷം യാണ് ഹുക്കിൽ ഒന്ന് ചുറ്റുക. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷയുടെ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാ നമുക്ക് 3 ലൂപ്പ് കിട്ടും. എന്നിട്ട് ചുറ്റി അതിലെ 2 ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. ഇനി ഒന്നുകൂടെ ചുറ്റിയിട്ട് നമ്മൾ തൊട്ട് മുമ്പ് ഒരു ലൂപ്പിലൂടെ ഇൻസേർട്ട് ചെയ്തില്ലേ നമ്മുടെ ഡബിൾ ക്രോഷയുടെ ലൂപ്പ്, ആ ലൂപ്പിലൂടെ തന്നെ ഒന്നുകൂടെ ഇൻസേർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 4 ലൂപ്പാണ് ഹുക്കിൽ കിട്ടുക. എന്നിട്ട് ഒന്ന് ചുറ്റിയ 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. ഇപ്പോൾ നമുക്ക് 3 എണ്ണം കിട്ടും. ഇനി ഒന്നുകൂടെ ചുറ്റിയിട്ട് ആ 3 എണ്ണത്തിൻ്റെയും കൂടെ അകത്തേക്ക് എടുക്കുക. ഇനി വീണ്ടും വർക്ക് ഒന്ന് തിരിച്ചു പിടിക്കുക. എന്നിട്ട് 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ലൂപ്പിൻ്റെ അകത്തൂടെ എടുത്ത് ഡബിൾ ക്രോഷേ ചെയ്യുക. ആ ടേൺ ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ആ ലൂപ്പ് നേരെ കാണാൻ പറ്റും. ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി ഒന്നുകൂടെ വർക്ക് ടേൺ ചെയ്യുക, 3 ചെയിൻ ചെയ്യുക. ഇനി ആ ലൂപ്പിൻ്റെ അകത്തൂടെ ഒരു തവണ ചുറ്റിയിട്ട് എടുത്തിട്ട് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. ഇനി ഒരു തവണയും കൂടെ ചുറ്റി സെയിം ലൂപ്പിൽ തന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് 2 ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. ഇനി നമുക്കിപ്പോൾ കിട്ടുന്ന ഈ 3 ലൂപ്പില്ലേ, ആ 3 ലൂപ്പിൻ്റെ അകത്തൂടെ ഒരുമിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. ആ 3 ഡബിൾ ക്രോഷേ വരുന്നത് നമുക്ക് പെറ്റലായിട്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യുന്നില്ലേ അത് നമുക്ക് ആ പൂവിൻ്റെ സെൻറ്ററായിട്ടുമാണ് കിട്ടുക. ഇതാണ് നമ്മുടെ പാറ്റേൺ. അപ്പോൾ ഈ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ആ കളറ് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കളറിലും കൂടെ ഒന്ന് ചെയ്ത് വെച്ചതാണ്. സെയിം പാറ്റേൺ തന്നെയാണ്. 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഒരു ഡബിൾ ക്രോഷേ നമ്മുടെ ആദ്യത്തെ ചെയിനിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. വർക്ക് തിരിച്ച് പിടിക്കുക. എന്നിട്ട് വീണ്ടും 3 ചെയിൻ ചെയ്യുക. ത്രെഡ് ഹുക്കിൽ ഒരു തവണ ചുറ്റിയിട്ട് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ കാണുന്ന ആദ്യത്തെ ലൂപ്പിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ത്രെഡ് ഇപ്പുറത്തേക്ക് എടുക്കുക. ഇപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. അതിൽ 2 ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. എന്നിട്ട് ഒരു തവണയും കൂടെ ഹുക്കിൽ ചുറ്റിയിട്ട് സെയിം ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു തവണയും കൂടെ 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. ഇപ്പോൾ നമുക്ക് 3 ലൂപ്പ് കിട്ടും. എന്നിട്ട് ഒരു തവണയും കൂടെ ചുറ്റിയിട്ട് 3 ലൂപ്പിൻ്റെ കൂടെ അകത്തേക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഇത് മൊത്തം, അതായത് ഫസ്റ്റ് ലെയർ മൊത്തം ചെയ്യേണ്ടത്. ഞാൻ ഈ ടോപ്പ് കുറച്ചധികം സമയം എടുത്തിട്ടാണ് ചെയ്തത്. അതായത് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം ഇരുന്ന് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ ഹുക്കിൻ്റെ സൈസൊക്കെ മറന്നു പോവും. മാത്രമല്ല നമുക്ക് കൗണ്ടും മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമുക്കിതിൻ്റെ ലെങ്ത്ത് കൗണ്ട് എടുക്കണം. അപ്പോൾ ആ കൗണ്ടൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, കുറേ സമയം എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് വേണ്ട അത്ര ലെങ്ത്തിൽ ഇത് ചെയ്ത് വെക്കുക. ഒരു ഡബിൾ ക്രോഷേ, 3
ക്ലോസ് ഡബിൾ ക്രോഷ്യ എന്നുള്ള രീതിക്ക് മൊത്തം ചെയ്ത് വയ്ക്കുക. എൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പം ഞാൻ കൗണ്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഡബിൾ ക്രോഷ്യ ചെയ്യില്ലേ, ആ ഡബിൾ ക്രോഷ്യ മാത്രം കൗണ്ട് ചെയ്ത്. എനിക്ക് അങ്ങനെ 36 ഡബിൾ ക്രോഷ്യ വേണ്ടി വന്നു എൻ്റെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 36 ഡബിൾ ക്രോഷ്യ. ഈ ഡബിൾ ക്രോഷ്യ സ്പേസ് നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന ഈ ഒരു സ്പേസ് എനിക്ക് 36 എണ്ണം വേണ്ടി വന്നു. ഇതാണ് ഞാൻ കൗണ്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെറ്റൽ കൗണ്ട് ചെയ്യാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കറക്റ്റ് ആയിരിക്കണം, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഞാനൊരു സൈഡ് ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നമ്മുടെ ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലുള്ള ആ ഹോളില്ലേ, അപ്പോൾ എനിക്ക് 36 ഫ്ലവറാണ് വേണ്ടി വന്നത്. അപ്പോൾ മെഷർമെൻറ്റ് ഞാൻ എടുത്തത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫസ്റ്റ് ചെയ്യുന്നത് ഒട്ടും സ്ട്രെച്ച് ചെയ്യാണ്ട് നമുക്ക് വേണ്ട ലെങ്ത്തിൽ നമുക്ക് നമ്മുടെ ബോഡിയിൽ തന്നെ മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. ഒട്ടും സ്ട്രെച്ച് ചെയ്യാണ്ട് ഇങ്ങനെ പിടിച്ച് എടുത്താൽ മതി. അപ്പോൾ ആ ലെങ്ത്തിൽ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി സൈഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പെറ്റലിലായിരിക്കണം സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഒരിക്കലും ഡബിൾ ക്രോഷ്യയിൽ സ്റ്റോപ്പ് ചെയ്യരുത്, ക്ലോസ് ഡബിൾ ക്രോഷ്യയിൽ സ്റ്റോപ്പ് ചെയ്യുക. അതിന് ശേഷം 6 ചെയിൻ ചെയ്യുക. 6 ചെയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഡബിൾ ക്രോഷ്യ സ്പേസിലെ നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററായി വരുന്ന ഡബിൾ ക്രോഷ്യ സ്പേസിൻ്റെ അകത്തേക്ക് ഹുക്കിൽ യാൺ ഒരു തവണ ചുറ്റിയിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചുറ്റി 2 ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. അപ്പോൾ നമുക്ക് ബാക്കി 2 ലൂപ്പ് കിട്ടും. അതിൻ്റെ അകത്തൂടെ എടുക്കരുത്. വീണ്ടും ചുറ്റിയിട്ട് ആ സെയിം ഹോളിൻ്റെ അകത്തൂടെ എടുത്ത് 2 ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. ഇപ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. ഇതിൻ്റെ അകത്തൂടെ എടുക്കരുത്, 3 എണ്ണം ഉണ്ട്. ഇനി ഒന്നുകൂടെ ചുറ്റി ആ സെയിം ഹോളിൻ്റെ അകത്തൂടെ എടുത്ത് 2 ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. ഇപ്പോൾ നമുക്ക് 4 ലൂപ്പ് കിട്ടും ഹുക്കിൽ. കണ്ടോ? ഇനി ഈ 4 ലൂപ്പിൻ്റെ അകത്തൂടെ ഒരുമിച്ചെടുക്കുക. ഇനി നമ്മൾ 6 ചെയിൻ ചെയ്യുക. സെയിം നമ്മളിപ്പോൾ ഒരു പെറ്റൽ ചെയ്ത അതേ ഹോളിൻ്റെ അകത്തൂടെ ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഹുക്കിൽ യാണ് ഒരു തവണ ചുറ്റിയിട്ട് ഇതിൻ്റെ അകത്തൂടെ എടുത്ത് 2 ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. ഒന്നുകൂടെ ചുറ്റി സെയിം ഹോളിൻ്റെ അകത്തൂടെ എടുത്തിട്ട് 2 ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. ഒരു തവണയും കൂടെ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. ഒന്നുകൂടെ ചുറ്റി ഹോളിൻ്റെ അകത്തൂടെ എടുത്ത് 2 ലൂപ്പിലൂടെ എടുക്കുക. ഇപ്പോൾ മൊത്തം നമുക്ക് 4 ലൂപ്പ് കിട്ടും. ആ 4 ലൂപ്പിൻ്റെ അകത്തൂടെ ഒരുമിച്ചെടുക്കുക. അതായത് 3 ക്ലോസ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഇതാ നമുക്ക് 3 പെറ്റലായിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത ഹോളിലേക്ക്, അതായത് ഒരു പെറ്റൽ സ്കിപ്പ് ചെയ്തിട്ട് ഡബിൾ ക്രോഷ്യ സ്പേസിലേക്ക് വീണ്ടും ഈ പ്രോസസ്സ് തന്നെ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ചെയിൻ ചെയ്യരുത്, 6 ചെയിൻ ചെയ്യരുത്. സെയിം ഫ്ലവറിലെ 2 പെറ്റലിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ചെയിൻ ചെയ്യേണ്ടത്. ഇതായാണ് ഒരു തവണ ഹുക്കിൽ ചുറ്റിയിട്ട് ആ ഹോളിൻ്റെ അകത്തൂടെ എടുത്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുത്തു. വീണ്ടും ചുറ്റി 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുത്തു. ഒന്നുകൂടെ ചുറ്റി 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുത്തു. ഇപ്പോൾ ഈ 4 എണ്ണം കിട്ടില്ലേ, ഈ 4 എണ്ണത്തിൻ്റെ അകത്തൂടെ ഒന്ന് ചുറ്റിയിട്ട് എടുക്കുക. ഇത് അടുത്ത പെറ്റലായി. ഇതിൽ തന്നെ ഒരു പെറ്റലും കൂടെ നമ്മൾ ചെയ്യണം. കണ്ടോ, നമ്മൾ സെയിം ഫ്ലവറിലെ 2 പെറ്റലിൻ്റെ ഇടയ്ക്കാണ് ചെയിൻ ചെയ്തിട്ടുള്ളത്. 2 ഫ്ലവർ ജോയിൻ ആവുന്ന സ്ഥലത്ത് നമ്മൾ ചെയിൻ ചെയ്യാണ്ട് ഡയറക്റ്റ് പെറ്റലാണ് ചെയ്യണത്. പിന്നെ അടുത്ത പെറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 6 ചെയിനാണ് ചെയ്യേണ്ടത്. ആറ് ചെയിൻ ചെയ്തു. ഇനി യാണ് ഹുക്കിൽ ഒരു തവണ ചുറ്റിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത ഹോളില്ലേ, ആദ്യത്തെ പെറ്റൽ ചെയ്ത സെയിം ഹോളിൻ്റെ അകത്തൂടെ എടുത്ത് 2 ലൂപ്പിൻ്റെ അകത്തൂടെ എടുത്തു. ഒന്നുകൂടെ ചുറ്റി ബാക്കി 2 ലൂപ്പിൻ്റെ അകത്തൂടെ എടുത്ത് പിന്നെയും ചുറ്റി 2 ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. ഇപ്പം നമുക്ക് 4 ലൂപ്പ് കിട്ടും. ആ 4 ലൂപ്പിൻ്റെ അകത്തൂടെ ഒരുമിച്ചെടുക്കുക. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ബാക്കി ചെയ്യേണ്ടത്. നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യ
ക്ലോസ് ഡബിൾ ക്രോഷ്യ എന്നുള്ള ആ രീതിക്ക് ചെയ്ത ആ ഒരു ലെങ്ത്തുള്ള പീസില്ലേ, ആ പീസിൽ മൊത്തം നമ്മൾ ഈ രീതിക്ക് ചെയ്തെടുക്കുക. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അക്രലിക്കാണ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ടീഷർട്ട് ആണ് അങ്ങനത്തെ എന്താണെങ്കിലും കുഴപ്പമില്ല. ഈ കോട്ടൺ ആണ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ത്രെഡ് ഇങ്ങനെ നമ്മുടെ ഹുക്കിൽ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ നേവി ബ്ലൂ കോട്ടൺ ആണ് എടുത്തത്, മറ്റേത് അക്രലിക്കാണ്. അപ്പോൾ എനിക്കതിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോട്ടൺ അല്ലാതെ വേറെ ഏതെങ്കിലും യാണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് കിട്ടുക. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഒറ്റ തവണ ഈ ഒരു ടോപ്പിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഒബ്സസ്ഡ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ഈ ഫ്ലവർ ഡിസൈൻ കാരനാണ്. ഈ രീതിക്കാണ് നമ്മൾ മൊത്തം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതാ എൻ്റെ ഒരു സ്ട്രാപ്പ് മൊത്തം ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയ ആംഗിളിൽ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കണത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രാപ്പിൽ മാത്രം നമ്മൾ ഫുൾ കംപ്ലീറ്റ് ഫ്ലവർ ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഹാഫായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതിൽ നമ്മൾ ചെയ്ത് നിർത്തി അവിടെ നിന്ന് വീണ്ടും 6 ചെയിൻ ചെയ്യുക. എന്നിട്ട് ബാക്കി 2 പെറ്റൽ ചെയ്ത സെയിം ഡബിൾ ക്രോഷ്യ സ്പേസിൻ്റെ അകത്തേക്ക് 2 പെറ്റലും കൂടെ ചെയ്യണം. 3 ക്ലോസ് ഡബിൾ ക്രോഷ്യ, 6 ചെയിൻ, പിന്നെ 3 ക്ലോസ് ഡബിൾ ക്രോഷ്യ. ഈ രീതിക്ക് 2 പെറ്റലുകൾ കൂടെ നമ്മൾ ഈ സ്ട്രാപ്പ് മൊത്തത്തിൽ ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 6 ചെയിൻ ചെയ്യുക, 3 ക്ലോസ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് ചെയിൻ ചെയ്യാതെ തൊട്ടടുത്ത ഫ്ലവറിൻ്റെ ആ സെൻറ്റർ പാർട്ടിലേക്ക് 3 ക്ലോസ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് അടുത്ത പെറ്റൽ ചെയ്യുക, 6 ചെയിൻ ചെയ്യുക, നെക്സ്റ്റ് പെറ്റൽ ചെയ്യുക. ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. രണ്ട് പെറ്റലും കൂടെ ചെയ്ത് മൊത്തം 6 പെറ്റലായിട്ട് ആ ഫ്ലവർ കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഒരു ലുക്കിലാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ 2 റെക്റ്റാങ്കിൾ ചെയ്യുന്നതിൻ്റെ 2 സ്ട്രാപ്പ് മാത്രം നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ബാക്കി എല്ലാത്തിൻ്റെയും ആ ഹാഫ് സൈഡ് മാത്രം ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഹാഫ് സൈഡ് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിക്കാണ് ഇതിൻ്റെ ബാക്കി ചെയ്യണത്. ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇത്രയും ചെയ്ത് നിർത്തിയതിന് ശേഷം 6 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഒരു പെറ്റൽ ചെയ്യുക. നമ്മൾ ബാക്കി എല്ലാത്തിലും 4 പെറ്റൽ എന്നുള്ള രീതിക്കായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അതിന് പുറമെ 6 ചെയിൻ ചെയ്തിട്ട് ആ ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ടിലേക്ക് ഒരു പെറ്റലും കൂടെ ചെയ്യുക. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇപ്പോൾ ഇതിൽ
ഇതാ നമ്മൾ അടുത്ത പെറ്റിലൂടെയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ കംപ്ലീറ്റ് ആയ ഒരെണ്ണത്തിൻ്റെ നമ്മുടെ 6 ചെയിനുള്ള സ്പേസ് ഇല്ലേ, നമ്മുടെ സെൻറ്ററിലുള്ളത് വിടണം, സൈഡിലേക്കുള്ള 6 ചെയിനുള്ള സ്പേസിലേക്കാണ് നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഹാഫ് ചെയ്തതിൽ 3 ചെയിൻ ചെയ്യുക. ഇനി കംപ്ലീറ്റ് ചെയ്തതിൻ്റെ 6 ചെയിനുള്ള സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷേ, ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും, 2 സൈഡില്ലേ, ആ സൈഡിലാണ് ചെയ്യേണ്ടത്. ആ സൈഡിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ അതവിടെ അറ്റാച്ച്ഡ് ആയിക്കോളും. ഒരു സിംഗിൾ ക്രോഷേ. ഇനി ബാക്കി 3 ചെയിൻ. ഇനി ആ സ്പേസിലേക്ക് നമ്മൾ ആദ്യം ചെയ്ത അതേ സ്പേസിലേക്ക് ഒരു പെറ്റൽ കൂടെ ചെയ്യുക. ഇതാ നമ്മൾ ഒരെണ്ണം ജോയിൻ ചെയ്തു. ഇനി തൊട്ടടുത്ത സ്പേസിലേക്ക് വീണ്ടും ഒരു പെറ്റൽ ചെയ്യുക. തൊട്ടടുത്തതിൻ്റെ ഡബിൾ ക്രോഷേ സ്പേസിലേക്ക് ഇത് അടുത്ത പെറ്റൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി സെയിം 3 ചെയിൻ. നമ്മൾ കംപ്ലീറ്റ് ആയ സ്ട്രാപ്പ് എടുക്കുക. ആ സ്ട്രാപ്പിൻ്റെ ഒരു സൈഡ്, അതായത് സൈഡിലെ തൊട്ടടുത്ത 6 ചെയിനുള്ള സ്പേസിലേക്ക് ഈ ഒരു രീതിക്ക് ഒരു കോൺ പോലെയാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ തൊട്ടടുത്ത 6 ചെയിൻ ചെയ്ത സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് അതവിടെ ജോയിൻ ചെയ്യുക. ഇനി 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഇതാ ആദ്യം ചെയ്ത പോലെ തന്നെ സെയിം ആ ഡബിൾ ക്രോഷേ സ്പേസിലേക്ക് ഒരു പെറ്റലും കൂടെ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ നമുക്ക് നോക്കുകയൊന്നും വേണ്ട, നമുക്ക് എന്ത് പണിയുടെ ഇടയിലാണെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലെ മെയിൻ കാര്യം. അപ്പോൾ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ഈ 2 സ്ട്രാപ്പും കൂടെ ജോയിൻ ചെയ്യുക. ഓരോ ഫ്ലവറിലും ആദ്യം ഒരു പെറ്റൽ ചെയ്യുക, എന്നിട്ട് 3 ചെയിൻ ചെയ്യുക, എന്നിട്ട് ജോയിൻ ചെയ്യുന്നതിൻ്റെ 6 ചെയിനുള്ള സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് പിന്നെ 3 ചെയിൻ കൂടെ ചെയ്തിട്ട് അടുത്ത പെറ്റൽ ചെയ്യുക. എന്നിട്ട് സ്പേസ് ഒന്നും വിടാണ്ട് വേറെ ചെയിനൊന്നും ചെയ്യാണ്ട് തൊട്ടടുത്തതിൻ്റെ ഡബിൾ ക്രോഷേ സ്പേസിലേക്ക് 3 ക്ലോസ് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് ഒരു പെറ്റൽ ചെയ്യുക. ഈ രീതിക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ദാ ഈ രീതിക്കാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിൻ്റെ ഏത് സൈഡിൽ വേണമെങ്കിലും, അതായത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഏത് കളറിൻ്റെ അവിടെ വേണമെങ്കിലും നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ആ ഒരു ഹാഫ് ഫ്ലവറിൻ്റെ ബാക്കി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഈ സൈഡിൽ ബാക്കി ബ്ലൂവിൻ്റെ അറ്റാച്ച് ചെയ്യുക. ആ രീതിക്ക് ഇതാ ഇങ്ങനെ നമ്മുടെ സൈസിനനുസരിച്ച് ഒരു റെക്റ്റാങ്കിളായിട്ട്, അതായത് ഒരു നീളത്തിലൊരു ക്ലോത്ത് പോലെ ചെയ്തെടുക്കുക.
ഇങ്ങനെ നമ്മൾ ഓരോ സ്ട്രാപ്പും ജോയിൻ ചെയ്തിട്ട് ലാസ്റ്റ് അത് എൻഡ് ചെയ്യാൻ നേരത്ത് 6 ചെയിൻ തന്നെ ചെയ്തിട്ട് തൊട്ടടുത്ത ലാസ്റ്റ് പെറ്റലിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് എൻഡ് ചെയ്യാം. എവിടെ എൻഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ലാസ്റ്റ് പെറ്റലായിരിക്കും ചെയ്യുക. ചെയ്തതിന് ശേഷം 6 ചെയിൻ എന്നിട്ട് തൊട്ടടുത്ത, അതായത് ആ ഫ്ലവറിൻ്റെ തൊട്ടടുത്ത പെറ്റലിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അത്രേ ഉള്ളൂ. എന്നിട്ട് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ ലെങ്ത്തിൽ യാൺ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി ഏകദേശം ഇവിടെ അവസാനിച്ചു. ഈ രീതിക്കാണ് നമുക്ക് ഈ പാറ്റേൺ കിട്ടുക ഫ്ലവേഴ്സിൻ്റെ. ഇതാ ഞാനിങ്ങനെ 2 റെക്റ്റാങ്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ സെയിം ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം സെയിം ത്രെഡും സെയിം ഹുക്കും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ കൗണ്ടിൻ്റെ കാര്യം, നമുക്ക് എത്ര ഡബിൾ ക്രോഷ്യ വേണം അല്ലെങ്കിൽ എത്ര പെറ്റിൽ വേണം എന്നുള്ള കാര്യം മാത്രം കൗണ്ട് ചെയ്യുക. എന്നിട്ട് എല്ലാം അതുപോലെ ചെയ്യുക. ഇനി ഇത് നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സിൽ ജോയിൻ ചെയ്താൽ മതി. ആദ്യം നമ്മളിതിങ്ങനെ ഹാഫായിട്ട് മടക്കുക. ഈ 2 റെക്റ്റാങ്കിളും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലമില്ലേ, ഇത് 2 എണ്ണം ജോയിൻ ചെയ്യുന്ന സ്ഥലം ഈ സൈഡിലാണ് നമുക്ക് നെക്ക് വരിക. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളമാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള ഭാഗം മാർക്ക് ചെയ്തിട്ട് ബാക്കി ഭാഗം ജോയിൻ ചെയ്യുക. അതുപോലെ നമുക്ക് ആം ഹോളിൻ്റെ സൈസ് എടുത്തിട്ട് നമ്മൾ ഈ റെക്റ്റാങ്കിൾ മടക്കിയില്ലേ, ആ മടക്കിയ ഭാഗം ജോയിൻ ചെയ്യുക. 2 എണ്ണം കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നെക്കും ഈ സെയിം സാധനം മടക്കിയ ഭാഗത്ത് ജോയിൻ ചെയ്യുന്ന അവിടെ ആം ഹോളാണ് വരിക. അപ്പോൾ നമുക്കിത് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ 6 ചെയിനിൻ്റെ സ്പേസിലേക്ക് ഈ സാധനം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അകത്തേക്ക് വലിച്ചെടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ പോലെ ചെയ്യുക. അപ്പോൾ അതവിടെ ജോയിൻ ആയിക്കോളും. എന്നിട്ട് 3 ചെയിൻ ചെയ്യുക. നമ്മുടെ അടുത്ത റെക്റ്റാങ്കിളിൻ്റെ 6 ചെയിൻ സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നമ്മൾ മറ്റേത് ജോയിൻ ചെയ്തില്ലേ ഏകദേശം അതുപോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പെറ്റൽ ചെയ്യേണ്ടാതെ മാത്രം. സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി 3 ചെയിൻ ചെയ്യുക. ഇനി തൊട്ടടുത്ത 6 ചെയിൻ സ്പേസിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 3 ചെയിൻ നമ്മുടെ ഓപ്പോസിറ്റ് റെക്റ്റാങ്കിളിൻ്റെ തൊട്ടടുത്തുള്ള 6 ചെയിൻ സ്പേസിലേക്ക് സിംഗിൾ ക്രോഷ്യ. ഈ രീതിക്കാണ് ജോയിൻ ചെയ്യേണ്ടത്. ഞാൻ കളറ് മാറ്റിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ നേരെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. മാക്സിമം സെയിം കളർ തന്നെ എടുത്തിട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ ഈ കളർ ചെയ്തത് മറ്റേ ത്രെഡ് കഴിഞ്ഞുകൊണ്ടാണ്, പക്ഷേ ഇത് ചെയ്തിട്ടൊരു ഭംഗിയില്ലാത്തതുകൊണ്ട് ആ കളർ സെയിം കളർ തന്നെ ലാസ്റ്റ് മാറ്റി ചെയ്യേണ്ടി വന്നു എനിക്ക്. ഈ ഒരു ടോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തോളമായിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആവാൻ ഇത്ര വൈകിയതിൻ്റെ കാരണം ത്രെഡ് കഴിയുന്നതാണ്. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടും കയ്യിൽ ഓട്ട് ചെയ്തതിൻ്റെ പാടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും കുറേ സമയം എടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതാ എൻ്റെ നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ലെങ്ത്തിൽ ജോയിൻ ചെയ്താൽ മതി. ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ഈ സെൻറ്ററിൽ കിട്ടുക. ഇതേ രീതിക്ക് നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ ചെയ്യുക. അതായത് ഇപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു വശമാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ നമുക്ക് നെക്കിനുള്ള സ്പേസ് വിട്ടിട്ട് ബാക്കി അപ്പുറത്തെ സൈഡിലും കൂടെ ചെയ്യണം. ഈ ഒരു രീതിക്കാണ് നമുക്ക് നെക്ക് വരിക. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വി നെക്ക് പോലെ ആയിരിക്കും കിട്ടുക. ഇതാ നമ്മുടെ ഈ ലാസ്റ്റുള്ള ഈ എൻഡിലും കൂടെ ഇതേപോലെ നമ്മൾ സെയിം ലെങ്ത്തിൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഈ ഒരു രീതിക്കാണ് കിട്ടിയത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കുറച്ചുകൂടെ നല്ല കളർ കോംബോ ട്രൈ ചെയ്യായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ തോന്നുന്നത്. നല്ല രസമുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ആം ഹോളിൻ്റെ സൈസ് നോക്കിയിട്ട് ബാക്കി ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ മടക്കി വെച്ച സാധനമാണ്. അതായത് ഈ 2 സൈഡിലും ഒരൊറ്റ റെക്റ്റാങ്കിളാണ്. ഇനി ആം ഹോളിൻ്റെ സൈസ് മാത്രം നോക്കിയിട്ട് ബാക്കി സൈഡ് നമ്മൾ ആദ്യം സെൻറ്ററിൽ ജോയിൻ ചെയ്തില്ലേ, ഇവിടെ ജോയിൻ ചെയ്ത സെയിം പാറ്റേണിൽ ഇവിടെയും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ആം ഹോളിൻ്റെ സൈസ് നോക്കിയിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ടൈറ്റ് ആവും.
നമ്മൾ സെൻറ്ററിൽ ജോയിൻ ചെയ്ത് അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. 6 ചെയിൻ സ്പേസിലേക്ക് ഒരു ത്രെഡ് എക്സ്ട്രാ ജോയിൻ ചെയ്ത് കൊടുക്കുക. 3 ചെയിൻ ചെയ്യുക. നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ പീസിൻ്റെ 6 ചെയിനുള്ള സ്പേസിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. 3 ചെയിൻ ചെയ്യുക. തൊട്ടടുത്ത ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ തൊട്ടടുത്ത 6 ചെയിൻ സ്പേസിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക. 3 ചെയിൻ ചെയ്യുക. അങ്ങനെ. പിന്നെ വീഡിയോ കാണുന്നവർ ഞാൻ ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്ന് കൂടെ ഒന്ന് പറയണേ. എനിക്കെന്തോ ഓവറായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നി. നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ചുമ്മാ വായിച്ചിരിക്കുക ഒരു രസമാണ്. ഈ രീതിക്ക് നമ്മൾ 2 സൈഡും കൂടെ ജോയിൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ മൊത്തം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ സ്പേസ് മാത്രമേ ഇവിടെ വിട്ടിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചധികം ഞാൻ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഒരു ചെയിൻ കൂടെ ചെയ്തിട്ടേ കട്ട് ചെയ്യാറുള്ളൂ. കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന നീഡിൽ കാണാനില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയൊരു സൈസുള്ള ഹുക്ക് എടുത്തിട്ട്, ഇപ്പം ഞാൻ 5 ആണ് എടുത്തത് നമ്മുടെ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ എൻഡൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5ൻ്റെ ഹുക്കാണ് എടുത്തത്. ഇതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഓരോ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഹുക്ക് കൊണ്ട് തന്നെ അകത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 3-4 തവണയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഒരു എൻഡ് കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ നമുക്ക് കുറേ എൻഡ് ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ സ്ട്രാപ്പ് ജോയിൻ ചെയ്തതിൻ്റെ എൻഡും ഇതിൻ്റെ അകത്തേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഏകദേശം ടെക്നിക്കലി ഇതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ ഇവിടെ താഴ്ഭാഗത്തിൽ ലൂസായിട്ട് കിടക്കണുണ്ടോ. നമ്മൾ ടോപ്പിൻ്റെ ബാക്കിലാണ് കുറച്ചും കൂടെ പൊങ്ങി നിൽക്കുന്നുണ്ടാവുക. നമ്മുടെ ഈ സ്ലീവിൻ്റെ ലെങ്ത്തും കൂടെ നമ്മളിതിൽ എടുക്കുമ്പോൾ നമുക്ക് ബോഡിക്ക് ഭയങ്കര ലൂസായിട്ടിരിക്കും. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെങ്ത്തിൽ ഒരു സ്ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് വെറും ചെയിനാണ്, നമ്മുടെ നോർമൽ ചെയിൻ. കുറച്ചധികം ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിക്ക് ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് എവിടെയെങ്കിലും കെട്ടുന്ന രീതിക്ക് ആക്കാം. ഫ്രണ്ടിലോ സൈഡിലോ ബാക്കിലോ. ഞാൻ ഈ സൈഡിലേക്കാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി അല്ലേ? വീഡിയോഗ്രാഫർ എൻ്റെ ചെറിയ അനിയത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി എന്തിൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്ന് കൂടെ പറയാം.